Good morning! എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുള്ളുന്നത്. യു ക്യാൻ സീ ഞാൻ ഫുൾ മേക്കപ്പിലാണ്, ഹെയറൊക്കെ ചെയ്തു. ബിക്കോസ് ഇന്ന് നോറക്കുട്ടിയുടെ ചോറൂണാണ് ഗുരുവായൂർ വെച്ചിട്ട്. അപ്പം നമ്മൾ 2 ദിവസം മുമ്പ് ഗുരുവായൂർ എത്തി. അതായത് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഉടനെ നമ്മൾ ഗുരുവായൂരിലേക്കാണ് വന്നത്. ആൻഡ് ഇവിടെ 2 ദിവസമായി നമ്മൾ റെസ്റ്റെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചില്ല് ചെയ്യുന്നു. ആൻഡ് ടുഡേ വാവേൻ്റെ ചോറൂണാണ്. ആൻഡ് ഫോർ മീ ദിസ് ഫീൽസ് ലൈക്ക് എൻ്റെ ബേബീൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദിസ് ഫീൽസ് സോ സ്പെഷ്യൽ ബിക്കോസ് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും വന്നിട്ടുണ്ട് ഈ ഒരു കുഞ്ഞി പരിപാടിക്ക്. അപ്പം അതിനാണ് ഞാൻ ഇത്രയും മേക്കപ്പൊക്കെ ചെയ്തത്. ഹെയർ ചെയ്ത് തന്നത് ഇങ്ങനെ കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹെയർ ചെയ്ത് തന്നത് ആകാശേട്ടൻ്റെ അമ്മയാണ്. ആകാശൻ നമ്മൾ സാരി എടുക്കുന്നത്, നമ്മൾ സാരി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫേസ് ഞാൻ തന്നെയാണ് ചെയ്തത്. എനിക്ക് എൻ്റെ ഫേസ് ലൈക്ക് ഫോർ ദോസ് ഹു ഡോണ്ട് നോ, ഐ യൂസ് ടു വർക്ക് ഫോർ Estée Lauder ആസ് എ റീജിയണൽ ബ്രാൻഡ് അംബാസിഡർ. സോ ഐ എം വെരി യൂസ് വിത്ത് പുട്ടിങ് മേക്കപ്പ് ഫോർ മൈ സെൽഫ്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ മേക്കപ്പ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐ നോ ലൈക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് എനിക്ക് പ്രോമിനൻ്റ് ആക്കണം, ഇതൊക്കെ എനിക്കറിയാം. സോ ഐ എം കൈൻഡ് ഓഫ് വെരി യൂസ് വിത്ത് പുട്ടിങ് മേക്കപ്പ് ഫോർ മൈ സെൽഫ്. സോ അപ്പോൾ അങ്ങനെ ഒരു ഫുൾ മേക്കപ്പാണ് ചെയ്തത്. കുറച്ച് സാധനങ്ങളിലൂടെ ഇടാനുണ്ട്, ഹൈലൈറ്റർ ഇടാനുണ്ട്, പിന്നെന്താ ഇടാനുള്ള സെറ്റിംഗ് സ്പ്രേ അടിക്കാനുണ്ട്, പിന്നെ മുല്ലപ്പൂ വെക്കാനുണ്ട്, പിന്നെ സാരി ഉടുക്കണം, മാലയൊക്കെ ഇടണം. അപ്പം ഇന്ന് ഞാനൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ആ ഒരു ടേമറിക് യെല്ലോ സാരിയാണ് ഞാൻ വെയർ ചെയ്യുന്നത്. ഐ വിൽ ഷോ ഇറ്റ് ടു യു ഗൈസ്. ഇതാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്ന വെരി പ്രിറ്റി ആയിട്ടുള്ള ബ്ലൗസ്. ചെറിയ ചെറിയ ഒരു എന്താ പറയുക എംബ്രോയ്ഡറി കയ്യിലും പിന്നെ അതർ മോട്ടീവ്സ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. ഒരു സ്വീറ്റ് ഹാർട്ട് ടൈപ്പിൽ. ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഒരു സ്വീറ്റ് ഹാർട്ട് സാധനം ട്രൈ ചെയ്യാൻ പോകുന്നത്. സ്വീറ്റ് ഹാർട്ട് എന്നാണ് തോന്നി പറയാം. ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ വി അല്ലെങ്കിൽ യു പോകുന്ന ഒരാളാണ്. സോ ഫോർ ദിസ് ടൈം ഐ തോട്ട് ലൈക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാമെന്ന്. ഞാൻ ഇത്രയും മേക്കപ്പും ഡ്രസ്സും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു ഇത് നിൻ്റെ പരിപാടിയാണോ എന്ന്. അപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ കുട്ടീൻ്റെ പരിപാടിയാണെങ്കിലും എൻ്റെ പരിപാടിയായിട്ടാണ് ഞാൻ അത് കാണുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, വാവ വലുതായി കല്യാണം കഴിക്കാനായിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഡ്രസ്സും മേക്കപ്പ് ഇടുന്നു ഞാൻ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങി. സോ ഐ എം റിയലി ഗോയിങ് ടു ലൈക്ക് വെയർ ദിസ് വെരി ഫാസ്റ്റ്. എന്നിട്ട് ഓടി വരാം. ഇതാണ് സാരി. അമ്മ നേരത്തെ എല്ലാം ബോക്സ് പ്ലീറ്റ് ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ട് വളരെ എളുപ്പമായി എല്ലാം. നമ്മളെ വീട് മൊത്തം ഡിസോർഗനൈസ്ഡ് ആണ്. ദാറ്റ് ഈസ് ഫൈൻ. ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന മാല. ചുറ്റിനെ കാണിച്ചു കൊടുക്കുക. അതോ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി വെച്ചാൽ മതി? നീ പറ. ഇങ്ങനെയാണ് സാധാരണ വെക്കാറ്. ഇതിനൊരു പാറ്റേൺ ഇങ്ങനെയാണ്. ഷുട്ടിന്റെ വലിയ ലൈറ്റിൽ നമ്മളെല്ലാരും കാണാൻ എങ്ങനെയുണ്ട്. ഞങ്ങളെല്ലാവരുടെ കല്യാണം പോലെയാണ് ഞങ്ങൾ പോകുന്നത്. ഇങ്ങനെ പോയ ഷുട്ട് വലുതായി ഷുട്ടുവിന്റെ കല്യാണത്തിന് എങ്ങനെയായിരിക്കും നമ്മ മേപൊടി ഇങ്ങോട്ടേക്ക് എല്ലാവരും ബാക്കിലേക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇതാണ് ചിരിക്കുന്നുണ്ട് എല്ലാരോ. ചിരിക്ക്. ഞാൻ എന്ത് ചെയ്യും? ഷുറ്റുവിന്റെ ഉടുപ്പും ജ്വല്ലറി ഒക്കെ കാണിച്ചു കൊടുക്കല്ലേ? പുതിയ ആളാണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ അപ്പൊ കാണിക്കുമ്പോ പറഞ്ഞോളൂ. ഹെയർ സ്റ്റൈലിസ്റ്റ് ഞാനാണ്. അയ്യോ എല്ലാരും ഇറങ്ങിയാ? നാട്ടിൽ വരുമ്പം എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ എവിടെങ്കിലും പോകുമ്പം ഒരു അലമ്പാണെങ്കിലും ഒരു ഓളാണ്. ഞാൻ കൊണ്ടുകൊടുക്കട്ടെ.
എൻ്റെ അമ്മായിയമ്മ. എല്ലാവരും റെഡിയായി. നമ്മൾ കുറച്ച് ലേറ്റ് ആണെങ്കിലും കുറച്ച് നേരത്തെയാണ്. എന്താ ഒന്നും റിയാക്ഷൻ തരാത്ത എനിക്ക്? ഷിണ്ടു ഷിണ്ടല്ലേ? നല്ല മാലയാണല്ലോ. ശരി മാത്രമേ ഉള്ളൂ, അത് സംസാരിക്കില്ല. എന്റെ ചക്കരക്കുട്ടിയുടെ ചോരൂന ഇനി പോവാ അമ്പലത്തില്. എല്ലാരും പോയിട്ട് ഇറങ്ങിയാൽ തിരക്കൊന്നുമില്ലല്ലോ. അമ്മയുടെ അതിൽ പോയി. ഒക്കെ റെഡിയായി. ഹൗ ഡു ഐ ലുക്ക്? വെരി പ്രിറ്റി. വെരി പ്രിറ്റി. പാടത്ത് ചൊക്കോലം ഇല്ലേ? ചുറ്റുമണി സ്ലീപ്പിംഗ്. നമുക്കൊരു ഫോട്ടോ എടുക്കാം. എനിക്കിന്ന് എന്തോ എൻ്റെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായി. ഫുള്ളിലാടാ AC ഓൺ അല്ലേ? ഫാൻ അതിനെ പറയുന്നത്. രണ്ട് അച്ഛന്മാരും മുന്നിലാണ്. ഇതെന്റെ അച്ഛൻ, ഇത് ആകാശാണ്. ഭയങ്കര യോ ആണ് ഇങ്ങനെയൊക്കെ കാണിക്കാം. ഇപ്പം മാറി. അതെനിക്ക് തോന്നിയത്. അച്ഛാ അവിടെ നിന്ന് ഗൂഗിള് പറയുന്ന റൈറ്റ് എടുക്കാനാണ്. നമ്മൾ ഇന്നൊക്കെ പോയി ലെഫ്റ്റ് എടുത്തിട്ടാണ് ഷോർട്ട്. അതെ 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 അതെ. നമ്മളിതാ ഇറങ്ങാൻ പോകുന്നതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഗോപ്രോ ഒരു ഫോണും കാര്യങ്ങളൊന്നും കൊണ്ടുപോകില്ല, വിച്ച് ഇസ് വെരി സാഡ്. അപ്പോൾ നമ്മൾ അവർക്ക് ചോറൂണ് കൊടുത്തിട്ട് വരാം. എല്ലാവരും ഒരുമിച്ച് ഗുരുവായൂർ അമ്പലനടയ്ക്ക് മുന്നിൽ. ഗുരുവായൂർ അമ്പലനടയിൽ അല്ല ഗോപ്രോ എനിക്കൊരു വീഡിയോയാണ്. മാവേന്റെ ചോറൂണൊക്കെ കഴിഞ്ഞു. എല്ലാവരും വാവ അപ്പുറത്ത് ഉറങ്ങുന്നതാണ്. ഇനി നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി അമ്പലനടേൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കും. എന്നിട്ട് നമ്മൾ ഇന്ന് തലശ്ശേരിയിലേക്ക് പോകും. അതാണ് ഇന്നത്തെ കുട്ടി കുട്ടി കുറേ പ്ലാൻസ്. പിന്നെ ഉച്ചയ്ക്ക് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കണം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കണം, എവിടെന്നെങ്കിലും തിന്നണം. വേറെ ഒന്നുമില്ല. ഭയങ്കര കൺഫ്യൂഷനാണ് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഫാമിലി മൊത്തം ഉള്ളപ്പോൾ ഫുൾ കൺഫ്യൂഷനാണ്. എന്താ ചന്ദനം വരാ? അത് അടുത്ത് ഞാൻ ആക്ച്വലി ഗുരുവായൂർ കുറേ പ്രാവശ്യം വന്നിട്ടില്ല. വരുമ്പോൾ ഒന്നും എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയിട്ടില്ല. ആകെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വന്നപ്പോൾ മാത്രമാണ് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയത്. പിന്നെ ഇപ്രാവശ്യം ഭഗവാനെ കാണാനും തൊഴാനും പറ്റി. അപ്പോൾ കുറേ സന്തോഷം. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, തിരിച്ച് നമ്മൾ റൂം 1 മണിയാകുമ്പോൾ നമുക്ക് വെക്കേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകും. എവിടെ? 100 രൂപ കൊടുത്ത ഓട്ടോറിക്ഷ പോവാം. പോയിട്ടുള്ള ഒരു ശീലിക്കാൻ വേണ്ടി, ഒരു അനുഭവം പുതുക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. അതല്ല, കാറ് വെയിറ്റ് ചെയ്ത് അത് വന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ നിറയെ ആളുണ്ട്. അത് പ്രശ്നമാണ്. സോ ബെറ്റർ ഓട്ടോറിക്ഷ. ഇന്ന് മുല്ലപ്പൂ പോയി. ആകാശേട്ടന് ഇവിടുന്ന് പുലിക്കളീൻ്റെ വസ്ത്രം വേണമെന്ന്. ഓ നെറ്റിപ്പട്ടം വേണം. നിങ്ങൾ എന്ന് വെച്ചാൽ നെറ്റിപ്പട്ടം തൂക്കൂ കാനഡയിൽ? ഞാൻ വിടൂല. വളരെ അൺഎസ്തെറ്റിക്. നല്ലൊന്നും കാണുന്നില്ല. സത്യം ഇവിടുത്തെ അവിടെ ഒന്നും വീട്ടിൽ തൂക്കാൻ പറ്റൂലേ?
കരയട്ടെ ആകാശത്ത് കരയട്ടെ. എൻ്റെ വീട്ടിൽ ഞാൻ അല്ലാണ്ട് വേറെ ആരും ഒരു സാധനങ്ങളും വാങ്ങൂല. ചേട്ടൻ്റെ ഓരോ വികൃതികൾ. നെറ്റിപ്പട്ടം വീട്ടിൽ തൂക്കണ്ട കാനഡയിൽ. ആകാശേട്ടൻ ഒരു മാൻ കേവ് ഉണ്ടായിട്ട് അതിനകത്ത് നെറ്റിപ്പട്ടം തൂക്കും. പിന്നെയും കുഴപ്പമില്ലല്ലോ. അതായത് ഇനി മഴ പെയ്യോ ആകാശേട്ടൻ ഇപ്പൊ? എന്നാ എനിക്കും പറഞ്ഞ അതെ, അതിന്റെ ബാക്ക് ഒരു ഡീപ് ഫ്രൈ ചെയ്ത കൃഷ്ണൻ തന്നെ ഉണ്ട്. ആകാശേട്ടാ ഞാൻ ചേച്ചി നെറ്റിപ്പട്ടം എവിടെ തൂക്കാണ് നെറ്റിപ്പട്ടം? ഭയങ്കര പാടാണ് നെറ്റിപ്പട്ടം വാങ്ങിച്ചുകൊണ്ട് ഒരു ബോളിൽ തൂക്കണം. അതും അതിന് മടക്കാനൊക്കെ പാടല്ല. ഭസ്മ കൊട്ട വേണ്ട. വേണ്ട. അമ്പല നടയിൽ നിന്നും ഉള്ള ഫോട്ടോഷൂട്ട്സ് എല്ലാം കഴിഞ്ഞ് ആരാ ആരാ പത്മനാഭൻ? കൊട മഴ ഇല്ല, വേഗം വാ. കൊട എവിടെ? മരപ്രഭു. എന്താ മരപ്രഭു? മരപ്രഭു ശരിക്കും പറഞ്ഞാൽ അമരപ്രഭു എന്നെന്തോ ആണ്. പക്ഷെ ആരോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പത്മനാഭോ മരപ്രഭു. ചേച്ചി പണ്ട് കുറേ കാലം ഗുരുവായൂരായിരുന്നു. അപ്പം ചേച്ചിക്ക് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും അറിയാം. അപ്പൊ ഗുരുവായൂർ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചേച്ചീനെ കോണ്ടാക്ട് ചെയ്യും. അതെ അതെ. ചായ സമോവർ ഈ സാധനം പണ്ടേ ഉണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാല് അപ്പൊ മരപ്രഭു എന്ന് പറയുമ്പോ ആരോ കളിയാക്കി ഇത് മരപ്രഭു. അപ്പൊ ഈ രൂപം വന്നു എന്നാണ്. ഓ വാവേനെ കാറ് കേട്ട. നീ ഉണ്ടായിരുന്നില്ലല്ലോ എന്റെ കല്യാണത്തിനില്ല? ഇല്ല ഇല്ല ഇല്ല, ഞാൻ അത്ര ഒരു പഴയതായിരുന്നില്ല. നിങ്ങളുടെ കല്യാണം ഏത് വർഷം കഴിഞ്ഞേ? 18. നമ്മളുടേത് 2021. 2022. നമ്മൾ ചേച്ചി കല്യാണം കഴിച്ചതിന്റെ 4 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അത് ഇവിടുന്നായിരുന്നു നമ്മള് ആണ് വനമാല. അയ്യോ ഷുട്ടൂനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കട്ടെ. മഴ പാവം വാവ നല്ല ഉറക്കാണ്. എനിക്കൊന്ന് ചൂടൊക്കെ എടുത്തിട്ട് ഉറങ്ങിപ്പോയിന്ന് തോന്നുന്നു. വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല ചോറൂണിന്. ഷി വാസ് ആക്ച്വലി ഡൂയിങ് ഗ്രേറ്റ്. ഡോറ് തുറക്കട്ടെ. നന്ദി നമസ്കാരം. വാവ ഇപ്പോഴാണ് എഴുന്നേറ്റത്. ചോറൂണിന് എഴുന്നേറ്റിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഫുൾ ഉറക്കായിരുന്നു. അത്തോടാ മുല്ലപ്പൊക്കെ ഉണ്ട്. ഷുട്ടുവാവയുടെ മേക്കപ്പ് ദുർഗാ മറ്റേ എന്താ പറയാ ചോറൂണിന് പോയപ്പം അവിടുത്തെ എന്റെ ഫോൺ എന്റെ അടുത്തില്ല. ഇല്ല എന്താ ഇല്ല. ചോറൂണിന് പോയപ്പം അവിടുത്തെ പൂജാരി അവനെ ഇരുത്തി ഉടനെ പൊട്ടിന് മേലേക്ക് ഒറ്റ ഒരു ചന്ദ്രൻ പൊട്ടൊക്കെ മാഞ്ഞു പോട്ടെ. അവൾക്ക് ആക്ച്വലി പായസം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ ഷുഗർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. അപ്പോൾ ബട്ട് ഇവൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തൊട്ട് നാവില് വെക്കുമ്പോൾ തന്നെ മൂപ്പർക്ക് ഭയങ്കര എന്താ പറയാ ഇല്ലേ. ഇതിപ്പോ വൺ വേ ആണ്ട് എനിക്കൊന്നും അറിയില്ല. തിരിച്ചിപ്പോ നമ്മള് ഈ അപ്പാർട്ട്മെന്റ് അല്ല ഇവര് താമസിക്കുന്ന സ്ഥലത്ത് വന്നു. ഇനി നമ്മള് വേഗം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നമ്മൾ തലശ്ശേരിയിലേക്ക് പോകും. അവിടെ ഉടുപ്പ് കാണിച്ചു കൊടുക്കല്ലായിരുന്നു. മാല ചുറ്റുമണി തലയില് പൂവ്. ഇതാരാ ചുറ്റുമണിന്റെ? നിന്റെ മമ്മിയല്ലേ ഇത്? ചിരിക്കാനോ? പാൽ കുടിക്കാം. നമ്മൾ ഷടപടി എന്ന് പറഞ്ഞ ഫുൾ ചെക്കൗട്ട് ചെയ്തു. റിയലി ഫാസ്റ്റ്. 1:30 ചെക്കൗട്ട് ചെയ്യേണ്ടത് നമ്മൾ 2 മണിക്കാണ് ചെക്കൗട്ട് ചെയ്ത്. 1 മണിക്ക് ചെക്കൗട്ട് ചെയ്തത് 2 മണിക്ക് ചെക്കൗട്ട് ചെയ്ത്. അങ്ങനെയും പറയാം. യെസ്. നമ്മളിപ്പം തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര മഴ എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോരി പെയ്യുന്ന കോരി ചൊരിയുന്ന മഴ. ലാസ്റ്റ് ഇയർ എൻ്റെ മോനെ അതായത് വെള്ളം തെറിക്കുന്നത്.
നല്ല രസമുണ്ട് ഇങ്ങനെ ഒരു ഹൈവേയിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. 3 കാറുകളിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാറിൽ ഞാനും ഭാവിയും അച്ചു ചേച്ചിയും ഫ്രണ്ടിൽ അച്ഛനും അമ്മയും എന്നുള്ള. പക്ഷെ ഭയങ്കര മഴ എന്ന് വെച്ചാൽ നല്ല രസമാണ്. നല്ല എന്താ പറയുക, കാനഡയിൽ ഇങ്ങനത്തെ മഴയല്ല സ്വതവേ ഉണ്ടാവാറ്. എന്താ പറയുക, മഴ വരും പോവും, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. സോ അത്ര മഴ, ഇതേപോലത്തെ മഴ നമുക്ക് കിട്ടില്ല. എനിക്ക് ഇതേപോലത്തെ മഴയാണ് ഇഷ്ടം. നല്ല രസമുണ്ട് പുറത്ത്. നമ്മൾ ഇപ്പം ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പം തന്നെ നമ്മൾ പുറത്ത്, ഐ മീൻ പരിപാടിയെല്ലാം കഴിഞ്ഞു, റൂമെല്ലാം ചെക്ക് ഔട്ട് ചെയ്ത് അപ്പം തന്നെ ഇറങ്ങിയതാണ്. സോ വി ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ്. സോ നമ്മൾ അടുത്ത സ്പോട്ട് നമ്മൾ കടവ് റിസോർട്ടിൽ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താ പറയുക, 2.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ബേബീനെ ഈ കാർ സീറ്റിൽ നിന്ന് നമ്മളെടുത്ത് സ്ട്രെച്ച് ചെയ്യിപ്പിക്കണം. കാരണം ഇത് ലോങ് ഡ്രൈവ് അല്ലേ. അപ്പോൾ 2 മണിക്കൂറാകുമ്പം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷീ വിൽ ബി ലൈക്ക് എന്താ പറയുക, ഒരു സുഖമൊക്കെ ഉണ്ടാവും. അപ്പോൾ അടുത്ത എന്താ സ്റ്റോപ്പ് കടവ് റിസോർട്ടിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടരും. വേണ്ട, തലയിലോട്ടിട്ടിന് മതിയോടാ. ആ തട്ടൊന്നുമില്ല. ഇല്ല, ചേച്ചി അടച്ചോളൂ. ഇങ്ങനെ ആ കാർ സീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാർ സീറ്റ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നല്ലോണം ഉറങ്ങുന്നു. കേളൻ, ഹേ കേളൻ, ഷുട്ടുവിൻ്റെ അച്ചുപാമ തുറക്കണ. രസമുണ്ട്. എൻ്റെ ആകാശേട്ടൻ ഉറക്കം വന്നിട്ടുണ്ടല്ലോ. സിന്ദൂരൊന്നും പോയിട്ടില്ല. സാറല്ല, ഞാൻ ന്യൂലി വെഡാന്ന് അവർ വിചാരിച്ചോട്ടെ. ഇങ്ങനെ കരയുന്നത് അതുകൊണ്ട് എൻ്റെ കുട്ടി ഇപ്പം ജനിച്ചത്. നല്ല വിശപ്പുണ്ട്. ചിക്കൻ ബിരിയാണി, എനിക്ക് ഫിഷ് ബിരിയാണി ആയിരുന്നു വേണ്ടത്. പക്ഷെ അച്ഛൻ പറഞ്ഞു ഇവിടെ ട്രോളിങ് ആയതുകൊണ്ട് ചിലപ്പോൾ ഫിഷ് നല്ല ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇന്ന് നമ്മൾ തലശ്ശേരി പോയിട്ട് ആകാശേട്ടൻ്റെ അമ്മമ്മേനെ തൊട്ടിലൊന്നും കിടത്തൂല. എനിക്കിഷ്ടമല്ല തൊട്ടിൽ കിടന്ന്. ഞാൻ കോസ്റ്റ്ലി പണി. നമ്മൾ തലശ്ശേരിയിലെ ആകാശേട്ടൻ്റെ അമ്മമ്മയുണ്ട്. അമ്മമ്മ ഇതുവരെ വാവേനെ എന്താ പറയുക നേരിട്ട് കണ്ടിട്ടില്ല, വീഡിയോ കോളിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം അമ്മമ്മേനെ ഇന്ന് തലശ്ശേരി പോയിട്ട് കാണണം. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇന്ന് നടത്തണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. ബിക്കോസ് അമ്മമ്മ ഇസ് വെയിറ്റിംഗ് ഫോർ സോ ലോങ്. ഇപ്പോൾ വാവ ജനിച്ചിപ്പോൾ ഒരു 6-7 മാസമായി. സോ ഷീസ് ലൈക്ക് വാവേനെ കാണണം. സോ ഇന്ന് നമ്മൾ വാവേനെ അമ്മൂമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. ഫുഡായി വരുന്നേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി, പിന്നെ മാംഗോ ഫിഷ് കറി, അങ്ങനെ കുറേ സാധനങ്ങൾ. മാംഗോ ഫിഷ് അല്ലേ, മാംഗോ ഫിഷ് കറി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മഴ, എന്ത് രസമാണ് മഴ. വെരി ബ്യൂട്ടിഫുൾ. അങ്ങോട്ടാണ് നല്ല രസമുണ്ട്. ഞാൻ ഭയങ്കര മഴ പേഴ്സണാണ്. ഐ ലവ് മഴ. ഞാൻ കാനഡയിൽ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സാധനം ഈസ് മഴ. കാനഡയിൽ മഴ പെയ്യാറുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, പക്ഷേ ഭയങ്കര തണുത്ത മഴയാണ്, തണുത്ത മഴ. അപ്പോൾ അങ്ങനെ ആ മഴയത്ത് ഇറങ്ങി കളിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളിവിടുത്തെ മഴ അങ്ങനെയല്ല, നല്ല രസമുള്ള മഴയാണ്. വെരി പ്രിറ്റി. മഴ പെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മ എന്താ പറയുക, ഭയങ്കര മഴ പേഴ്സൺ. ആകാശനും ഭയങ്കര മഴ പേഴ്സണാണ്. നിങ്ങളും മഴ പേഴ്സൺ അല്ലേ? അതെ. ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ മഴ കൊണ്ടിട്ടില്ല. നമ്മൾ വിചാരിച്ചത് നാട്ടിൽ, അതായത് തലശ്ശേരി എത്തിയിട്ട് മഴ കൊള്ളാന്ന് വിചാരിച്ചാൽ, അതാകുമ്പോൾ പനി പിടിച്ചാലും കുഴപ്പമില്ലല്ലോ.
പൂങ്കുളിരേ വാനം പൂങ്കുളിരേ കണ്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് കടവ് റിസോർട്ടിൽ വരുന്നത്. ഇതുവരെ വന്നിട്ടില്ല. എന്താ ഇനി മുമ്പ് അതില്ലേ? മേ ബി എനിക്കില്ല, ഓർമ്മ ഇല്ല, വന്നിട്ടില്ല. നല്ല രസമുണ്ടല്ലേ? ഇവിടെ ഫുഡ് കുറെ ടൈം എടുക്കും, അത്രേ ഉള്ളൂ പ്രശ്നം. നമുക്ക് ആദ്യം ഫ്രൈഡ് റൈസിൽ തുടങ്ങാം. ചില്ലി ചിക്കൻ തരുമോ? ചില്ലി ചിക്കൻ, ചില്ലി ചിക്കൻ ചിക്കൻ ബിരിയാണി കുറച്ച് ലേറ്റ് ആയാലും ചിക്കൻ ബിരിയാണി കുറച്ച് ലേറ്റായി വന്നതെങ്കിലും ലേറ്റസ്റ്റ് ടൈപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പടമൊക്കെ ഉണ്ട്. ഒന്ന് കയ്യാക്കാൻ ഇന്ന് പിന്നെ ആ കാലം കൊണ്ടുവാ മതി സാരല്ലേ അമ്മമ്മേ അത് സാരില്ലപ്പാ. ഞാനൊന്ന് സാരം വെച്ചുവോ? തന്നെ പൈസ 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 അത് മുറുക്കി പിടിക്കണ്ട അറിയാ. അതിൻ്റെ അട്ട് കൊണ്ടോണ്ടോ അതിൻ്റെ അട്ട് പറ്റി അത് അതിൻ്റെ അട്ട് കൊണ്ടോണ്ടോ? അരിയിലുണ്ട് അവനെയും ചെയ്താണ് ചാക്കണാണല്ലോ കാരണഭൂതൻ. കാരണം അപ്പം